നമുക്കൊരു നെയ്ത്തിനെ പറ്റി ഒരാളെ ഞങ്ങൾ സന്ദർശിച്ചു. നെയ്ത്ത് സംബന്ധം ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ പാലക്കാട് ജില്ലയിൽ ഈ കരിങ്കലത്താണിക്കടുത്തായ ഒരു കരിമ്പുഴ എന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ ഒരു നെയ്ത്ത് വില്ലേജ് ഉണ്ട് അവിടെ. ഞങ്ങളവിടെ പോയി. നമ്മുടെ നാട്ടിലെ പണ്ട് ബീഡി തിരക്കാർ ഇലയും പുകയിലൊക്കെ കൊടുത്താണ്ട് ബീഡി തിരപ്പിക്കുന്ന പോലെയാണ് അവിടെ ഈ നെയ്ത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൂലും മറ്റും കൊടുത്ത് ഇവരെ കൊണ്ട് തുണി നെയ്യിപ്പിച്ച് ഷോപ്പുകാർ കൊണ്ടുപോകും. ഈ തുണി പിന്നെ ഒരു മുണ്ട് നെയ്യിച്ചാൽ എത്ര കിട്ടും ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 300 രൂപ ആണ് ഒരു മുണ്ടിന് കിട്ടുക. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഒരു ദിവസം പിന്നെ 2 മുണ്ടൊക്കെ ഉണ്ടാക്കാൻ ഇത് നെയ്യാൻ കഴിയുമോ ചോദിച്ചു. അവർ പറഞ്ഞു എന്നെക്കൊണ്ട് കഴിയില്ല, 2 എണ്ണമൊക്കെ നെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ പ്രായാധിക്യം അതുകൊണ്ട് എനിക്ക് 2 എണ്ണമൊന്നും കഴിയില്ല, ഒരു 1-1.5 എൻ്റെ ഒക്കെ അടുത്ത് എത്തുള്ളൂ എന്ന് പറഞ്ഞു. വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞാൽ 2 എണ്ണം നെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞ്. അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വേണ്ടത്ര സഹായമൊന്നും ഇവർക്ക് കിട്ടുന്നില്ല സർക്കാരിൽ നിന്നൊന്നും. നമ്മൾ പാരമ്പര്യമായി ചെയ്യുന്ന കുലത്തൊഴിലല്ലേ അല്ലേ, അതുകൊണ്ട് ഞങ്ങളതങ്ങനെ തുടർന്ന് പോകുന്നു എന്നൊക്കെ പറഞ്ഞു അയാൾക്കിപ്പോൾ 66 വയസ്സായിക്കണമെന്ന് പറഞ്ഞു. അയാളെന്ന് പറഞ്ഞു ഞാൻ 51 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെയാണ്. ഇതിന് 2 കൈയും 2 കാലും ഒരേ സമയത്ത് പ്രവർത്തിപ്പിക്കണം. പിന്നെ എന്തപ്പം വേറെ ഇതല്ലാതെ ഞങ്ങൾ ജോലി ചെയ്യുന്നത്, ഞങ്ങൾ ഒരു പഠിച്ചൊരു ജോലിയാണ്, അതുകൊണ്ട് ഞങ്ങളത് തുടർന്ന് പോകുന്നു. ഇതിൽ ലാഭം ഒന്നും ഇല്ല എങ്കിലും ഞങ്ങളങ്ങനെ തുടർന്ന് പോരുന്നു എന്ന് പറഞ്ഞ്. 51 വർഷത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടായിരുന്നു അയാൾക്ക്. ഒരു പ്രായ ആൾ ഇതിൽ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം ഉള്ളത് കൊണ്ടങ്ങനെ തൃപ്തിപ്പെട്ട് പോകുന്നു. ഇതേമാതിരി ഈ നെയ്ത്ത് പ്രദേശങ്ങളിൽ ഈ നെയ്ത്ത് വില്ലേജിൽ ഒരുപാട് ആൾക്കാർ എന്നെപ്പോലെ പ്രായ ആൾക്കാരുണ്ട്. സർക്കാരിൽ നിന്നൊന്നും വേണ്ടത്രൊരു സഹായം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ ഒരു ജോലി എന്നുള്ള നിലക്ക് ചെയ്തു പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ മുണ്ടിൻ്റെ കരകളൊക്കെ ഒരു പ്രത്യേക സിൽക്ക് നൂലും ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് മുണ്ടിൻ്റെ അടിവശത്തും സൈഡിലും വരുന്ന ഇതിൻ്റെ നൂൽക്കലും എല്ലാം കൂടി നല്ലൊരു ജോലി തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വേതനം വളരെ കുറവാണ്. ഇപ്പോഴത്തെ MCR മുണ്ട് പോലെ മറ്റു ഫാക്ടറികളും നല്ലല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ഒരു കുലത്തൊഴിൽ എന്നുള്ള നിലക്ക് ഞങ്ങളത് തുടരുകയാണ് എന്ന് പറഞ്ഞു. ഒരു വില്ലേജ് തന്നെയാണ്, പാലക്കാട് ജില്ലയിലാണിത്. പാലക്കാട് ജില്ലയിൽ കരിങ്കല്ലത്താണിന്നൊരു 10 കിലോമീറ്ററിന് പോയി വരണം. അവിടേക്ക് ഒരു കരിമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുവരെ വീട്ടിലെ പിന്നെ അധിക വീടുകളിലും ഉണ്ട്. ഈ വില്ലേജിലെ എല്ലാ അധിക വീടുകളിലും ഈ നെയ്ത്ത് ആണ് തൊഴിൽ. 51 വർഷമായിട്ട് ഞാനിവിടെ ഈ ജോലിയിലാണെന്ന് അയാൾ പറഞ്ഞു ഞങ്ങളോട്. മാനസികമായിട്ടും അവർ ഒരു പുറത്തൊന്നും ഒന്നും കഴിയില്ല, ഇതിലൊരു ഫീൽഡ് തന്നെയാണ്. പിന്നെ ഇപ്പം വേണ്ടത്ര ഒരു മുണ്ടിനൊന്നും ഇപ്പോൾ അത്ര വലിയൊരു കോട്ടൺ മുണ്ടിന് അത്ര അധികം വിലയൊന്നും ഇവരെ സംബന്ധിച്ച് ഇവർക്കിപ്പോൾ ഒരു മുണ്ടിന് 300 രൂപ കിട്ടണമെന്ന് പറഞ്ഞു. 300 രൂപ എന്ന് പറഞ്ഞപ്പോൾ 2 മുണ്ട് നെയ്യാൻ പറ്റൂലെങ്കിൽ ഇപ്പം 600 രൂപ കിട്ടൂല. അപ്പം ഇവരുടെ ജീവിത നിലവാരമൊക്കെ വളരെ മോശമാണ്. പാലക്കാട് ജില്ലയിൽ ഇവരെ ആ വീട്ടിലൊരു കൈത്തറി എന്നുള്ള രീതിയിലാണിപ്പോൾ നടക്കുന്നത്. പുതിയ തലമുറയൊന്നും ഇപ്പോൾ ഈ പരിപാടികൾക്കൊന്നും ഇറങ്ങില്ല, മക്കളൊന്നും വരില്ല. ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞവർ ഞങ്ങളോട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരുപാട് നേരം സംസാരിച്ചു. വേണ്ടത്ര അവർ ഞങ്ങൾക്ക് അതിനെപ്പറ്റി വിശദീകരിച്ചു തന്നു. അവർ നെയ്ത മുണ്ടുകളും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ജോലിയൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഇതുതന്നെ തുടരാണ്. ഈ വക തൊഴിലുകളെ സർക്കാർ വേണ്ടത്ര വലിയ പ്രോത്സാഹനമൊന്നും കൊടുക്കുന്നില്ല. എങ്കിലും ഉള്ളതുകൊണ്ട്